സീറോ മലബാർ സഭയിൽ കുർബാന തർക്കത്തിന് താൽക്കാലിക പരിഹാരമായിരിക്കുന്നു. കഴിഞ്ഞ രാത്രി വൈകി നടന്ന ചർച്ചകളിലാണ് സമവായം രൂപപ്പെട്ടത്. കടുംപിടുത്തം വിട്ട സീറോ മലബാർ സഭാ സിനഡും എറണാകുളം അങ്കമാലി അതിരൂപതയും വിട്ടുവീഴ്ചയ്ക്കൊരുങ്ങിയതോടെയാണ് പ്രതിസന്ധിക്ക് പരിഹാരമായത്. സമവായം ഇങ്ങനെ: 9/6/2024 മേജർ ആർച്ച് ബിഷപ്പിന്റെ സർക്കുലർ ഫ്രീസ് ചെയ്യും. ഞായറാഴ്ച ഒരു കുർബാന മാത്രം ഏകീകൃത രീതിയിൽ ഇടവക വികാരിയുടെ സൗകര്യം പോലെ നടത്തും. ഇത് ജൂലൈ 3 മുതൽ നടപ്പാക്കും. എല്ലാ അച്ചടക്ക നടപടികളും മരവിപ്പിക്കും. അതിരൂപത വിഭജിക്കില്ല. മഹറോൻ ഉണ്ടാവില്ല. ബിഷപ്പുമാരായ പുത്തൂർ ബോസ്കോ, ചക്യാത്ത് തോമസ്, ചിറ്റൂപ്പറമ്പിൽ ജോസ്, എടയന്തരത്ത് സെബാസ്റ്റ്യൻ, ആർച്ച് ബിഷപ്പ് ഭരണികുളങ്ങര കുര്യാക്കോസ് എന്നിവർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആലോചനാ സമിതി, കൂരിയ എന്നിവയുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് സമവായമുണ്ടായത്. എറണാകുളം അങ്കമാലി അതിരൂപതക്കാരായ മറ്റു 2 മെത്രാന്മാരിൽ പുത്തൻവീട്ടിൽ ജോസ് ചർച്ചകളിൽ ഇടപെട്ടില്ല. നരികുളം എഫ്രൈം യാത്രയിലായതിനാൽ ചർച്ചയിൽ പങ്കെടുത്തില്ല. തുടക്കത്തിൽ 40-ന് മുകളിൽ ആളുകൾ ചർച്ചയിൽ പങ്കെടുത്തു. എന്നാൽ പലതവണ പ്രതിഷേധിച്ചിട്ടും ഏകീകൃത കുർബാന ഒരെണ്ണം എല്ലാ ഞായറാഴ്ചയും ചൊല്ലണമെന്ന നിലപാടിൽ പ്രതിഷേധിച്ച് ആലോചനാ സമിതി അംഗങ്ങളിൽ ചിലർ ഓൺലൈൻ മീറ്റിംഗിൽ നിന്നും ഇറങ്ങിപ്പോയി. അവസാനം വരെ ചർച്ചയിൽ പങ്കെടുത്തത് 25 പേരായിരുന്നു. അൽമായരടക്കം ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥയോട് അനുകൂല നിലപാടിലാണ്. ഇതോടെ സീറോ മലബാർ സഭയിൽ ജനാഭിമുഖ കുർബാന തുടരും എന്നുറപ്പായി. ഒറ്റക്കെട്ടായി നിന്ന് മാർപ്പാപ്പായെ പോലും വെല്ലുവിളിച്ചാണ് എറണാകുളം അതിരൂപത കുർബാന അർപ്പണ രീതി നിലനിർത്തിയത്. കുർബാന തർക്കത്തിൽ തട്ടി വീണത് ഒരു മേജർ ആർച്ച് ബിഷപ്പിന് പുറമെ 3 മെത്രാന്മാരും 2 മെത്രാപ്പൊലീത്തമാരുമടക്കം 6 പേരാണ്. മേജർ ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി ജോർജ്, ആർച്ച് ബിഷപ്പുമാരായ താഴത്ത് ആൻഡ്രൂസ്, കരിയിൽ ആന്റണി, ബിഷപ്പുമാരായ മനന്തോടത്ത് ജേക്കബ്, അടയന്തരത്ത് സെബാസ്റ്റ്യൻ, പുത്തൻവീട്ടിൽ ജോസ് എന്നിവർക്ക് കൈപൊള്ളിയ ഇടത്താണ് അതിരൂപതയിലെ അംഗങ്ങളായ മെത്രാന്മാരെ കളത്തിലിറക്കി വിഭജനത്തിന്റെ വക്കിൽ നിന്ന് സമവായത്തിലേക്ക് കാര്യങ്ങളെത്തിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ റാഫേലിനും അതിരൂപത അഡ്മിനിസ്ട്രേറ്റർ പുത്തൂർ ബോസ്കോയ്ക്കും കഴിഞ്ഞത്. നിയമവിരുദ്ധമെന്ന് വത്തിക്കാൻ പലതവണ പറഞ്ഞ ജനാഭിമുഖ കുർബാന പിൻവാതിലിലൂടെ നിയമപരമാകുമ്പോൾ ഏകീകരണത്തിന്റെ പേരിൽ നഷ്ടപ്പെട്ടത് സീറോ മലബാർ സഭയുടെ തനത് കുർബാനക്രമമായിരുന്ന സമ്പൂർണ്ണ അൾത്താരാഭിമുഖ കുർബാനക്രമമാണ്. ഈ വിഷയത്തിൽ ചങ്ങനാശ്ശേരി പ്രൊവിൻസിന് പ്രതിഷേധമുണ്ട്. എറണാകുളത്തിന്റെ ചുവട് പിടിച്ച് ജനാഭിമുഖ കുർബാനയ്ക്കായുള്ള മുറവിളി മറ്റു രൂപതകളിൽ ആരംഭിച്ചിട്ടുണ്ട്. താമരശ്ശേരി, മാനന്തവാടി, ഇരിഞ്ഞാലക്കുട, പാലക്കാട് രൂപതകളിൽ നിലവിൽ ഈ ആവശ്യം ശക്തമാണ്. ഈ രൂപതകളിലും വരും ദിവസങ്ങളിൽ പ്രതിഷേധം ഉയരും. ഇതിനെ നിയന്ത്രിക്കാൻ ദുർബലരായ മെത്രാന്മാർക്ക് കഴിയില്ല. അതിനാൽ ഓഗസ്റ്റ് സിനഡിന് മുമ്പ് തന്നെ മിക്ക രൂപതകളിലും ജനാഭിമുഖ കുർബാന മടങ്ങിയെത്തിയേക്കും.